എല്ലാവർക്കും നമസ്കാരം. ഭാഗം 1-ൽ LCD ടിവിയുടെ ബാക്ക് പാനൽ കവർ എങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്യാമെന്നും LCD ടിവിയുടെ ഇന്റേണൽ ഭാഗങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്നും നമ്മൾ പഠിച്ചു. അതിൻ്റെ തുടർച്ചയായി ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ LED ടിവിയുടെ ബാക്ക് പാനൽ കവർ ഡിസ്മാൻഡിൽ ചെയ്യുക, LED ടിവിയുടെ ഇന്റേണൽ ഭാഗങ്ങൾ തിരിച്ചറിയുക. LCD LED ടിവികൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ചർച്ച ചെയ്യാം. LCD TV പരമ്പരാഗത LCD ടിവികൾ ബാക്ക്ലൈറ്റ് സോഴ്സായി CCFL അല്ലെങ്കിൽ കോൾഡ് കാത്തോഡ് ഫ്ലൂറസെന്റ് ലാമ്പുകൾ ഉപയോഗിക്കുന്നു. CCFLകൾ LCD പാനലിന് പിന്നിൽ സ്ഥാപിക്കുകയും വെളുത്ത ഫ്ലൂറസെന്റ് പ്രകാശം എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് ലിക്വിഡ് ക്രിസ്റ്റൽ ലെയറിലൂടെ പാസ് ചെയ്ത് സ്ക്രീനിൽ ഇമേജുകൾ സൃഷ്ടിക്കുന്നു. LED ടിവികൾ ബാക്ക്ലൈറ്റ് സ്രോതസ്സായി LEDകൾ അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകൾ ഉപയോഗിക്കുന്നു. LEDകൾ LCD പാനലിന് പിന്നിൽ സ്ഥാപിക്കുകയും വെള്ള അല്ലെങ്കിൽ RGB അല്ലെങ്കിൽ ചുവപ്പ്, പച്ച, നീല വെളിച്ചം നേരിട്ട് LCD പാനലിലേക്ക് എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. LED ടിവികളെ രണ്ടായി തരംതിരിക്കാം. പാനലിന്റെ അരികുകളിൽ LEDകൾ സ്ഥാപിച്ചിരിക്കുന്ന എഡ്ജ് ലൈറ്റ് LED ടിവികൾ, നേരിട്ട് LEDകൾ പാനലിൽ നിന്ന് സ്ഥാപിച്ചിരിക്കുന്ന ഡയറക്റ്റ് ലൈറ്റ് LED ടിവികൾ. LED ടിവി CCFL ബാക്ക്ലൈറ്റുകളുള്ള LCD ടിവികളേക്കാൾ LED ടിവികൾ കൂടുതൽ ഊർജ്ജക്ഷമതയുള്ളവയാണ്. LEDകൾ കുറഞ്ഞ ഊർജം ഉപയോഗിക്കുന്നു, കുറഞ്ഞ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നു, കൂടാതെ ബ്രൈറ്റ്നസ് ലെവലിൽ മികച്ച കൺട്രോൾ വാഗ്ദാനം ചെയ്യുന്നു. ഇത് കുറഞ്ഞ ഊർജ ഉപഭോഗവും ദീർഘായുസ്സും നൽകുന്നു. LED ടിവി CCFL ബാക്ക്ലൈറ്റുകളുള്ള LED ടിവികളേക്കാൾ മികച്ച കളർ റീപ്രൊഡക്ഷനും ഹൈ കളർ അക്യുറസിയും LED ടിവികൾ വാഗ്ദാനം ചെയ്യുന്നു. RGB LEDകൾക്ക് വിശാലമായ റേഞ്ചിൽ നിറങ്ങളും മികച്ച കളർ ഗ്രേഡേഷനുകളും നിർമ്മിക്കാൻ കഴിയും. ഇത് കൂടുതൽ വൈബ്രന്റും ജീവനുള്ളതുമായ ഇമേജുകൾക്ക് കാരണമാകുന്നു. LED ടിവിയുടെ ബാക്ക് പാനൽ കവർ നീക്കം ചെയ്ത് ഭാഗങ്ങൾ തിരിച്ചറിയുക. LED ടിവിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പവർ കേബിളും സിഗ്നൽ കേബിളുകളും തിരിച്ചറിയുക. എല്ലാ കേബിളുകളും വിച്ഛേദിക്കപ്പെടുന്നത് വരെ ടിവിയിൽ നിന്ന് പവർ കേബിളിന്റെയും സിഗ്നൽ കേബിളിന്റെയും പ്ലഗ് പതുക്കെ പിടിക്കുക. ടിവി അതിന്റെ അടിയിൽ നിന്നോ സ്റ്റാൻഡിൽ നിന്നോ ശ്രദ്ധയോടെ ഉയർത്തി മൃദുവായ തുണിയിൽ അതിന്റെ ഫേസ് വരും വിധം വയ്ക്കുക. സ്ക്രീനിൽ അമിതമായ സമ്മർദ്ദം ചെലുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഇത് കേടുപാടുകൾക്ക് കാരണമാകും. ഒരു സ്ക്രൂവിന്റെ ഹെഡിൽ സ്ക്രൂ ഡ്രൈവർ ഇൻസേർട്ട് ചെയ്യുക. ഉചിതമായ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് അഴിക്കാൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ദിശയിൽ തിരിക്കുക. 4 സ്ക്രൂകളിൽ ഓരോന്നിനും ഈ പ്രക്രിയ ആവർത്തിക്കുക. ടിവിയിൽ നിന്ന് പൂർണ്ണമായും അഴിച്ചു മാറ്റുന്നതുവരെ ക്രമേണ അവയെ ലൂസാക്കുക. ടിവി മോണിറ്ററിന്റെ മെയിൻ ബോഡി കാണിക്കാൻ പുറം കവർ നീക്കം ചെയ്യുക. LED ടിവിയിലെ വിവിധ വിഭാഗങ്ങൾ തിരിച്ചറിയുക. മദർബോർഡ്. LED ടിവിയുടെ മദർബോർഡിന്റെ പ്രധാന ഘടകങ്ങൾ മൈക്രോ പ്രോസസർ, റാം, റാൻഡം ആക്സസ് മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ, കൺട്രോൾ ഇന്റർഫേസുകൾ എന്നിവയാണ്. മൈക്രോ പ്രോസസർ ഇൻപുട്ട് സിഗ്നലുകൾ പ്രോസസ്സ് ചെയ്യുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിപ്പിക്കുക, കമാൻഡുകൾ നടപ്പിലാക്കുക എന്നിവ ഉൾപ്പെടെ ടിവിയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കൈകാര്യം ചെയ്യുന്നു. മെമ്മറി റാം. റാൻഡം ആക്സസ് മെമ്മറി CPU വഴിയുള്ള ക്വിക്ക് ആക്സസിനായി ഡാറ്റ താൽക്കാലികമായി സംഭരിക്കുന്നു. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ. ഈ പോർട്ടുകൾ HDMI പോർട്ടുകൾ, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, സ്പീക്കറുകൾക്കോ ഹെഡ്ഫോണുകൾക്കോ ഉള്ള ഓഡിയോ പോർട്ടുകൾ തുടങ്ങിയ എക്സ്റ്റേണൽ ഉപകരണങ്ങളിലേക്ക് കണക്ഷനുകൾ അനുവദിക്കുന്നു. സ്കാനർ ബോർഡ്. LED ടിവികളിൽ സ്കാനർ ബോർഡ് എന്ന പദം സാധാരണയായി ടീകോൺ ബോർഡിനെ അല്ലെങ്കിൽ ടൈമിംഗ് കൺട്രോൾ ബോർഡിനെ സൂചിപ്പിക്കുന്നു. ഇത് ടൈമിംഗ് കൺട്രോളർ എന്നും അറിയപ്പെടുന്നു. ടൈമിംഗ് കൺട്രോളർ അല്ലെങ്കിൽ ടീകോൺ IC ഇൻകമിംഗ് വീഡിയോ സിഗ്നലിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനും ഡിസ്പ്ലേ പാനലിലെ പിക്സലുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ടൈമിംഗ് സിഗ്നലുകൾ സൃഷ്ടിക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള സ്കാനർ ബോർഡിലെ പ്രധാന ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടാണിത്. LVDs കേബിൾ.
LVDS എന്നത് ലോ വോൾട്ടേജ് ഡിഫറൻഷ്യൽ സിഗ്നലിനെ സൂചിപ്പിക്കുന്നു. പ്രധാന ബോർഡിനും ടീകോൺ അല്ലെങ്കിൽ ടൈമിംഗ് കൺട്രോൾ ബോർഡിനും ഇടയിൽ അതിവേഗ ഡിജിറ്റൽ വീഡിയോ സിഗ്നലുകൾ കൈമാറാൻ LED ടിവികളിലും അല്ലെങ്കിൽ മറ്റ് ഡിസ്പ്ലേകളിലും ഉപയോഗിക്കുന്ന ഒരു തരം ഇന്റർഫേസ് ആണിത്. പവർ സപ്ലൈ ബോർഡ്. LED ടിവിയിലെ പവർ സപ്ലൈ ബോർഡ് ടിവിയുടെ ഇന്റേണൽ ഇലക്ട്രോണിക്സ് പവർ ചെയ്യുന്നതിന് ആവശ്യമായ വിവിധ DC അല്ലെങ്കിൽ ഡയറക്റ്റ് കറന്റ് വോൾട്ടേജുകളാക്കി മെയിൻ പവർ സപ്ലൈയിൽ നിന്ന് AC അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് കറന്റ് പവർ കൺവേർട്ട് ചെയ്യുന്നതിനുള്ള ഒരു നിർണായക കോമ്പോണന്റാണ്. റെക്ടിഫയർ ഡയോഡുകൾ അല്ലെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയർ. ഈ കോമ്പോണന്റുകൾ AC ഇൻപുട്ട് വോൾട്ടേജിനെ DC വോൾട്ടേജ് ആക്കി മാറ്റുന്നു. ഫിൽട്ടർ കപ്പാസിറ്ററുകൾ. റെക്ടിഫൈഡ് DC വോൾട്ടേജ് സ്മൂത്ത് ആക്കാനും റിപ്പിൾസ് കുറയ്ക്കാനും ടിവിയുടെ കോമ്പോണന്റുകളിലേക്ക് സ്റ്റഡി ആയിട്ടുള്ള പവർ സപ്ലൈ ഉറപ്പാക്കാനും കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നു. വോൾട്ടേജ് റെഗുലേറ്റർ ICകൾ. ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ടിവിയുടെ വിവിധ ഭാഗങ്ങൾക്ക് ആവശ്യമായ സ്പെസിഫിക് ലെവലുകളിൽ ഉള്ള വോൾട്ടേജിനെ നിയന്ത്രിക്കുന്നു. ഇൻഡക്ടറുകൾ. അവ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഊർജം സംഭരിക്കുകയും ഔട്ട്പുട്ട് വോൾട്ടേജ് സ്മൂത്ത് ആക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും. വോൾട്ടേജ് ഡിവൈഡറുകൾ, ടൈമിംഗ് സർക്യൂട്ടുകൾ, നോയ്സ് ഫിൽട്ടറിംഗ് തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി ഈ പോസിറ്റീവ് കോമ്പോണന്റുകൾ ഉപയോഗിക്കുന്നു. ഹീറ്റ് സിങ്ക്. വോൾട്ടേജ് റെഗുലേറ്ററുകൾ അല്ലെങ്കിൽ സ്വിച്ചിംഗ് ട്രാൻസിസ്റ്ററുകൾ പോലുള്ള ഘടകങ്ങൾ പ്രവർത്തന സമയത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്തേക്കാം. ബാക്ക്ലൈറ്റ് LEDകളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ടോപ്പ് ബെസൽ നീക്കം ചെയ്യാൻ LED TV മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ തിരിക്കുക. TV ചേസിലേക്ക് സുരക്ഷിതമാക്കുന്ന ഏതെങ്കിലും സ്ക്രൂകളോ ക്ലിപ്പുകളോ തിരിച്ചറിയാൻ ടോപ്പ് ബെസൽ പരിശോധിക്കുക. മുകളിലെ ബെസലിനെ ഹോൾഡ് ചെയ്യുന്ന സ്ക്രൂകൾ ഉണ്ടെങ്കിൽ അവ ശ്രദ്ധാപൂർവം നീക്കം ചെയ്യാൻ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുക. മുകളിലെ ബെസൽ ഭാഗികമായി നീക്കം ചെയ്തു കഴിഞ്ഞാൽ ബെസലിനെ TV ചേസുമായി ബന്ധിപ്പിക്കുന്ന കേബിളുകൾ നിങ്ങൾക്ക് കാണാം. ഏതെങ്കിലും കേബിളുകളോ ഉണ്ടെങ്കിൽ കണക്ടറുകളോ ശ്രദ്ധാപൂർവം വിച്ഛേദിക്കുക. അവയെ മൃദുവായി വലിച്ചുകൊണ്ട് റിമൂവ് ചെയ്യുക. പിന്നീട് വീണ്ടും കൂട്ടിച്ചേർക്കുന്നതിനുള്ള അവരുടെ സ്ഥാനങ്ങളും ഓറിയന്റേഷനുകളും ശ്രദ്ധിക്കുക. സ്ക്രൂകളും ക്ലിപ്പുകളും റിലീസ് ചെയ്യുകയും ഏതെങ്കിലും കേബിളുകൾ വിച്ഛേദിക്കുകയും ചെയ്യുമ്പോൾ TV ചേസിൽ നിന്ന് മുകളിലെ ബെസൽ ശ്രദ്ധാപൂർവം ഉയർത്തുക. ടിവിയുടെ ബെസലിനോ ഇന്റേണൽ കോമ്പോണന്റുകൾക്കോ കേടുപാടുകൾ വരാതിരിക്കാൻ മൃദുവായി ചെയ്യുക. LED ടിവികളിലെ റിഫ്ലക്ടർ ഷീറ്റുകൾ ലൈഫ് എഫിഷ്യൻസിയും യൂണിഫോമിറ്റിയും മെച്ചപ്പെടുത്തുന്നതിനായി ബാക്ക്ലൈറ്റ് LEDകൾക്ക് പിന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന നേർത്തതും റിഫ്ലക്റ്റീവും ആയ മെറ്റീരിയലുകളാണ്. മുകളിലെ ബെസൽ നീക്കം ചെയ്താൽ LCD പാനൽ, LED ബാക്ക്ലൈറ്റിംഗ് പോലുള്ള ടിവിയുടെ ആന്തരിക ഘടകങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ആക്സസ് ചെയ്യാൻ കഴിയും. എഡ്ജ് ലൈറ്റ് LED, ഡയറക്റ്റ് ലൈറ്റ് LED എന്നിവയുൾപ്പെടെ LED ടിവികൾ വ്യത്യസ്ത തരം ബാക്ക്ലൈറ്റിംഗ് കോൺഫിഗറേഷനുകൾ ഉപയോഗിച്ചേക്കാം. എഡ്ജ് ലൈറ്റ് LED ടിവികൾക്ക് സ്ക്രീനിന്റെ അരികുകളിൽ LEDകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഫിലിമുകൾ ഉപയോഗിച്ച് ഇവ പാനലിലുടനീളം പ്രകാശം പരത്തുന്നു. ഡയറക്റ്റ് ലൈറ്റ് LED ടിവികൾക്ക് LCD പാനലിന് പിന്നിൽ LEDകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ ഇലുമിനേഷനും ബ്രൈറ്റ്നസ് നിലകളിൽ മികച്ച നിയന്ത്രണവും നൽകുന്നു. CCFL ബാക്ക്ലൈറ്റിംഗിനെ അപേക്ഷിച്ച് LED ബാക്ക്ലൈറ്റിംഗ് കൂടുതൽ ഊർജ്ജ കാര്യക്ഷമമാണ്. കാരണം LEDകൾ കുറഞ്ഞ ഊർജം ഉപയോഗിക്കുകയും കുറഞ്ഞ ചൂട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കുറഞ്ഞ ഊർജ ഉപഭോഗത്തിനും LED ടിവികളുടെ ദീർഘായുസ്സിനും കാരണമാകുന്നു.
ഇപ്പോൾ ഡിസ്മാൻഡിൽ ചെയ്ത സാധനങ്ങളുടെ ക്രമപ്രകാരം LED TV വീണ്ടും അസംബിൾ ചെയ്യുക. TV മോഡ്യൂളുകളിൽ മുകളിലെ ബ്ലേസ് സ്ഥാപിച്ച് സ്ക്രൂ ഉപയോഗിച്ച് സുരക്ഷിതമാക്കുക. LED TV പിന്നിലെ കവറിന് അഭിമുഖമായി തിരിക്കുക. മുമ്പ് നീക്കം ചെയ്ത കവർ സ്ക്രൂകൾ ഉപയോഗിച്ച് മൗണ്ട് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ LED TVയുടെ ബാക്ക് പാനൽ കവർ ഡിസ്മാൻഡിൽ ചെയ്യുക, LED TVയുടെ ഇന്റേണൽ ഭാഗങ്ങൾ തിരിച്ചറിയുക. ഇതോടെ ഈ എക്സസൈസ് അവസാനിപ്പിക്കുന്നു. കണ്ടതിന് നന്ദി.